ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം എന്ന് പറയുന്ന ഒരു ദൗത്യമാണ്. ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥവും കിളിപ്പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ്. അതില് മൂലഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളെയും വായിച്ച് അർത്ഥം മനസ്സിലാക്കി തത്തുല്യമായി കിളിപ്പാട്ടിൽ തുഞ്ചത്താചാര്യൻ ആവിഷ്കരിച്ചിരിക്കുന്ന ആ ഭാഗങ്ങൾ താരതമ്യം ചെയ്ത് മനസ്സിലാക്കുകയാണ്. ഇനിയും 8 ശ്ലോകങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 9ാമത് ശ്ലോകമാണ് പഠിക്കുവാനുള്ളത്. കസ്മാത് മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാദ് വ്രജം ഗതഃ ഉപവാസം ജ്ഞാതിഭിഃ സാർദ്ധം കൃതവാൻ സത്വദമ്പതിഃ. കസ്മാത് മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാദ് വ്രജം ഗതഃ ഉപവാസം ജ്ഞാതിഭിഃ സാർദ്ധം കൃതവാൻ സത്വദമ്പതിഃ. മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാദ് കസ്മാത് വ്രജം ഗതഃ. ഇതാണ് 1ാമത്തെ ആ വരിയുടെ അന്വയം. കസ്മാത് മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാദ് വ്രജം ഗതഃ എന്നുള്ളത് മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാദ് കസ്മാത് വ്രജം ഗതഃ. മുകുന്ദോ ഭഗവാൻ മോക്ഷപ്രദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. മുകുന്ദോ ഭഗവാൻ മോക്ഷപ്രദനായ ശ്രീകൃഷ്ണ ഭഗവാൻ പിതൃഗേഹാദ്, പിതു അച്ഛന്റെ ഗേഹാദ് ഗൃഹത്തിൽ നിന്ന് കസ്മാത് എന്തുകൊണ്ട്, എന്തിന്, വ്രജം ഗോകുലത്തിലേക്ക് ഗതഃ പോയത് എന്നാണ് പരീക്ഷിത് രാജാവിന്റെ അടുത്ത സംശയമാണ്. 1ാമത്തെ സംശയം കഴിഞ്ഞ ശ്ലോകത്തിൽ 8ാമത് ശ്ലോകത്തിൽ ചോദിച്ചു. ബലരാമൻ രോഹിണിയുടെ പുത്രനാണ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ബലരാമന് ദേവകിയുടെ ഗർഭവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്നുള്ളൊരു ചോദ്യം. അടുത്ത ചോദ്യം, മോക്ഷപ്രദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അച്ഛന്റെ ഗൃഹത്തിൽ നിന്ന് നന്ദഗോകുലത്തിലേക്ക് എന്തിനു പോയി? സത്വദമ്പതി. സത്വദമ്പതി എന്ന് പറഞ്ഞാൽ സത്വദമ്പതി, ഭക്തജനങ്ങളുടെ സംരക്ഷകൻ. അങ്ങനെയുള്ള ആ സത്വദമ്പതി, ഭക്തജന സംരക്ഷകൻ, ജ്ഞാതിഭിഃ സാർദ്ധം. ജ്ഞാതിഭിഃ, ജ്ഞാതിഭി എന്ന് പറഞ്ഞ വേണ്ടപ്പെട്ടവർ, സ്വജനങ്ങൾ. ജ്ഞാതിഭിഃ സാർദ്ധം ക്വ വാസം കൃതവാൻ. ക്വ എവിടെ, വാസം കൃതവാൻ വസിച്ചു ചോദ്യമാണ്. കസ്മാത് മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാദ് വ്രജം ഗതഃ ക്വ വാസം ജ്ഞാതിഭിഃ സാർദ്ധം കൃതവാൻ സത്വദമ്പതിഃ. മുകുന്ദഃ ഭഗവാൻ, മോക്ഷപ്രദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ, പിതൃഗേഹാദ് കസ്മാത് വ്രജം ഗതഃ, അച്ഛന്റെ ഗൃഹത്തിൽ നിന്ന് ഗോകുലത്തിലേക്ക് പോയതെന്തിന്? സത്വദാമ്പതിഃ, ആ ഭക്തജന സംരക്ഷകൻ, ജ്ഞാതിഭിഃ സാർദ്ധം, സ്വജനങ്ങളോടുകൂടി വാസം കൃതവാൻ എവിടെ വസിച്ചു? 9ാമത്തെ ശ്ലോകത്തിൽ ശ്രീ പരീക്ഷിത് രാജാവ് ശ്രീ ശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. മോക്ഷപ്രദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അച്ഛന്റെ ഗൃഹത്തിൽ നിന്നും ഗോകുലത്തിലേക്ക് പോയതെന്തിന്? ഭക്തജന സംരക്ഷകനായ ഭഗവാൻ സ്വജനങ്ങളോടുകൂടി എവിടെ താമസിച്ചു എന്നുള്ള ചോദ്യമാണ് ഈ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്.
ഈ ഭാഗത്തെ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. അത് വസുദേവ മന്ദിരത്തിങ്കൽ അൻപിനോടവതരിച്ചിടിന ജഗന്നാഥൻ ബന്ധമെന്തങ്ങു വ്രജം പ്രാപിപ്പാൻ. അതെ, അവിടെ തൻ ബന്ധുക്കളോടും കൂടിയിട്ടെന്തൊന്നു ചെയ്തതെന്നും വസുദേവ മന്ദിരത്തിങ്കലൻപിനോടവതരിച്ചിടിന ജഗന്നാഥൻ ബന്ധമെന്തങ്ങു വ്രജം പ്രാപിപ്പാൻ അവിടെ തൻ ബന്ധുക്കളോടും കൂടിയിട്ട് എന്തൊന്നു ചെയ്തതെന്നും. അത്രേ ഉള്ളൂ. വസുദേവ മന്ദിരത്തിൽ നിന്ന്, അതായത് മധുരയിൽ നിന്ന് അവിടെ അവതരിച്ചിടുന്ന ജഗന്നാഥൻ വ്രജം പ്രാപിപ്പാൻ എന്ത് ബന്ധം? വ്രജം ഗോകുലം. കുറെ പശുക്കളെയൊക്കെ സമ്പാദിച്ച് അതിലൂടെ ഉപജീവനം നടത്തുന്ന ഒരു സമ്പ്രദായം പൗരാണിക കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഏറെക്കുറെയൊക്കെ കുറെ അവശേഷിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ വലിയൊരു പശുക്കൂട്ടവുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു സമൂഹമായിരുന്നു നന്ദഗോപരുടേത്. ആ നന്ദഗോകുലത്തിലേക്ക് മധുരാപുരിയിൽ നിന്നും എന്തിനാണ് ജഗന്നാഥനായ ഭഗവാൻ വ്രജം പ്രാപിപ്പാൻ എന്ത് അവകാശം? അവിടെ പിന്നെ ജ്ഞാതിഭിഹി സഹ ജ്ഞാതിഭിഹി, തന്റെ സ്വന്തക്കാരോടൊക്കെ കൂടി, സ്വജനങ്ങളോടുകൂടി അവിടെ എന്താണ് ചെയ്തതെന്ന് ഉള്ള 9-ാമത്തെ ശ്ലോകത്തെ അങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. കസ്മാത് മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാത് വ്രജം ഗതഃ ക്വവാസം ജ്ഞാതിഭിഃ സാർദ്ധം കൃതവാൻ സത്വതം പതിഃ. മുകുന്ദഃ ഭഗവാൻ പിതൃഗേഹാത് കസ്മാത് വ്രജം ഗതഃ സത്വതം പതിഃ ജ്ഞാതിഭിഃ സാർദ്ധം ക്വവാസം കൃതവാൻ. മോക്ഷപ്രദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അച്ഛന്റെ ഗൃഹത്തിൽ നിന്ന് ഗോകുലത്തിലേക്ക് പോയതെന്തിന്? ഭക്തജന സംരക്ഷകനായ ഭഗവാൻ സ്വജനങ്ങളോടുകൂടി എവിടെ താമസിച്ചു? വസുദേവ മന്ദിരത്തിങ്കൽ അമ്പിനോടവതരിച്ചിടിന ജഗന്നാഥൻ ബന്ധമെന്തങ്ങു വ്രജം പ്രാപിപ്പാൻ അവിടെ തൻ ബന്ധുക്കളോടും കൂടിയിട്ട് എന്തൊന്നു ചെയ്തതെന്നും. ഇതാണ് 9-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥവും അതിന്റെ ഭാഷാ ആവിഷ്കാരവും. തുഞ്ചത്താചാര്യൻ ഇങ്ങനെ ഒരു ഗ്രന്ഥം കിളിപ്പാട്ട് ശൈലിയിൽ രചിച്ചത് കൊണ്ട് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. ശ്രീമദ് ഭാഗവതം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലെത്തുന്നത് കിളിപ്പാട്ടാണ്. ആ കിളിപ്പാട്ട് ആവിഷ്കരിക്കുവാൻ ഭഗവാൻ ഭാഷ്യകാരനായ തുഞ്ചത്ത് ആചാര്യന് അടിസ്ഥാന ഗ്രന്ഥമായി അദ്ദേഹം സ്വീകരിച്ചത് വ്യാസവിരചിതമായ 18 പുരാണങ്ങളിൽ പ്രസിദ്ധമായ ശ്രീമദ് ഭാഗവതമാണ്. ആ ശ്രീമദ് ഭാഗവതം ആണ് നാം ഓരോ ശ്ലോകങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകമാണ് നാം കേട്ടത്. അതിന്റെ അർത്ഥം മനസ്സിലായി. അതിനെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ശേഷം ഭാഗം അടുത്തതിൽ. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.